ഏവർക്കും ഫാറ്റടെക്കിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ 2025 ഞാൻ ഫാറ്റടെക്കിൽ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലേ സ്റ്റോറിനകത്ത് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ 2 ഫീച്ചറുകളാണ്. ആദ്യത്തെ ഫീച്ചർ എന്തെന്നാൽ, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ചാനലിനകത്ത് അതേപോലെയുള്ള നിരവധി വീഡിയോകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആ വീഡിയോയുടെ ചാനൽ സന്ദർശിച്ചിട്ട് നമുക്ക് മറ്റുള്ള വീഡിയോകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലൊരു ഫീച്ചർ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തും ഉണ്ട്. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഗെയിം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതേ കമ്പനിയുടെ മറ്റ് ആപ്ലിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലേ സ്റ്റോറിനകത്തും ഓരോ കമ്പനിക്കും ഒരു പ്രൊഫൈൽ ഉണ്ടാകും. ആ പ്രൊഫൈൽ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ അതിനകത്ത് അവരുടെ എല്ലാ ഗെയിമുകളും ആപ്ലിക്കേഷനും ഉണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ നിരവധി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്തുണ്ട്. ഇതിൻ്റെയൊന്നും പേരറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ഇത് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഫൈൽ സന്ദർശിക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാ ആപ്ലിക്കേഷനും കാണിക്കും. അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്ലേ സ്റ്റോറിനകത്തെ ഇത്തരം കമ്പനികളുടെ പ്രൊഫൈലുകൾ സന്ദർശിക്കുക എന്നത് വീഡിയോയിൽ കാണാം. ഉദാഹരണത്തിനായി ഞാൻ ഗൂഗിളിൻ്റേത് തന്നെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഗൂഗിളിൻ്റെ ക്രോം സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ആപ്ലിക്കേഷൻ്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഗെയിം ആയാലും എന്തായാലും അതിൻ്റെ ഒരു പേജ് ഓപ്പൺ ആവുമല്ലോ. ആ പേജ് ഓപ്പൺ ആയാലും ഇപ്പോൾ ഗൂഗിൾ ക്രോം ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോമിൻ്റെ തൊട്ട് താഴെ ആ കമ്പനിയുടെ നെയിം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ LLC എന്ന് ബ്ലൂവിൽ. ഇതുപോലെ നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ്റെതോ ഗെയിമിൻ്റെതോ പേജ് തുറക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ്റെയും ഗെയിമിൻ്റെയും പേരിന് തൊട്ട് താഴെ കമ്പനിയുടെ നെയിം ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ആ നെയിമിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ കമ്പനിയുടെ പ്രൊഫൈൽ ഓപ്പണായി കിട്ടും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് താഴേക്ക് പോകുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓൾ ആപ്സ് എന്ന് കാണാം. ജസ്റ്റ് അതിൻ്റെ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഗൂഗിളിൻ്റെ തന്നെ നിരവധി ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. ഇതിൻ്റെയൊന്നും പേര് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ഗൂഗിളിന് ഇത്രയേറെ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പലതും ഉപയോഗിച്ച് നോക്കിയിട്ട് പോലും ഉണ്ടാകില്ല. ഇതുപോലെ തന്നെ പ്രൊഫൈൽ ഇല്ലാതെ അക്കൗണ്ട് മാത്രം ഉള്ളതുണ്ടാകും. അതും ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ കമ്പനി നെയിം തൊട്ട് താഴെയുണ്ട്, ആ ബ്ലൂവിൽ കാണുന്നത്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇപ്പോൾ അവർക്ക് 2 ആപ്ലിക്കേഷനാണുള്ളത്, ഇതുപോലെ കാണിച്ചു തരും. അതായത് നേരത്തെ ഗൂഗിളിന് കാണിച്ചതുപോലെ പ്രൊഫൈൽ കാണിക്കില്ല. പ്രൊഫൈൽ കാണിക്കുന്നത് വലിയ വലിയ കമ്പനികൾക്കാണ്. ഇതുപോലെ ചെറിയ കമ്പനികൾക്ക് പ്രൊഫൈൽ ഉണ്ടാവില്ല. എങ്കിലും അവരുടെ ആപ്ലിക്കേഷനും ഗെയിമുകളൊക്കെ നമുക്ക് ഇതുപോലെ നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്ലേ സ്റ്റോറിലെ രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്ത് താഴെയായിട്ട് ബുക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. പലരും കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ രാമായണമായാലും ബൈബിളായാലും ഖുർആനായാലും ഇതിൻ്റെ മലയാളം പരിഭാഷ, അതുപോലെ തന്നെ നിരവധി നോവലുകൾ, പുസ്തകങ്ങൾ, അങ്ങനെ വായനാശീലമുള്ളവർക്ക് ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഒരുപാട് മാഗസിനും കാര്യങ്ങളുമൊക്കെ വായിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അത് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്ത് താഴെ കാണുന്ന ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മലയാളം ടൈംസ്, അതുപോലെ ജാതകം, നിരവധി നോവലുകൾ, അതുപോലെ നിരവധി പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിൽ പണം കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രീ എന്ന് എഴുതിയത് മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി ടൈംസ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ റീഡ് ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും, ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനും വരും. ഇവിടെ ഇതാ മമ്മൂട്ടി ടൈംസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി പുസ്തകം മറിച്ച് വായിക്കുന്നത് പോലെ തന്നെ നമുക്കതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഇത് അപ്ഡേറ്റ് വരും, പുതിയ അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അതുപോലെ ഇതിനകത്ത് സൗജന്യമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.